في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب صدق الله العظيم. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ പടച്ചറബിൻ്റെ വിധികളും വിലക്കുകളും കഴിയുന്നിടത്തോളം നമ്മുടെ ജീവിതത്തിലും പാലിച്ച് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് പതിവുപോലെ ഇന്നും ആദ്യമായി ഞാൻ എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. പടച്ചറബ് അവനെ മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടു മുത്തഖികളായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ യഥാവിധി പറയാനും അതിനെ അതേ യഥാവിധി ഉൾക്കൊള്ളാനും ജീവിതത്തെ അനുദിനം ഇസ്ലാമികമായി പരിവർത്തിപ്പിച്ച് കൂടുതൽ മുത്തഖികളായി മാറാനും ഒക്കെ നമുക്ക് കഴിയണം. നമ്മൾ പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അതിന് ഉപകരിക്കുകയും ചെയ്യണം. റബ്ബ് അത്തരത്തിൽ വർത്തമാനം പറയാനും ഹൃദയപൂർവ്വം അവയൊക്കെ ഏറ്റെടുക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമാണ്. പവിത്രമായ പള്ളിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും പടച്ചറബിലേക്ക് മടങ്ങിപ്പോകാനുള്ള ദിനത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. എത്ര വെള്ളിയാഴ്ചകൾ ഇനി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഇസ്തിഗ്ഫാറിൻ്റെ മാനസികാവസ്ഥ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ റബ്ബിനോടെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, പടച്ചവനെ പുറത്തു തരണേ, എന്നെ കണ്ടുമുട്ടാനുള്ള ദിനം അടുത്ത് വരികയാണ്. ഈ ഒരു വേവലാതിയും വ്യഗ്രതയുമാണ് മോമിനീങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. സംബ്രാൻ നമ്മുടെയൊക്കെ ഈമാനിനെയും നമ്മുടെ ഇസ്ലാമിക ജീവിതത്തെയും എല്ലാം റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിച്ച് നാളെ പരലോകത്ത് പടച്ചറബിനെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യരായി കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളികൾ ഇസ്ലാമിക ജീവിതത്തെ വലിയ പ്രാധാന്യമുള്ള ഇടങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു പള്ളിയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ജുമാ നമസ്കരിക്കാൻ എപ്പോഴും നമ്മൾ പള്ളിയിൽ പോകും, ജമാഅത്ത് നമസ്കാരത്തിലും പങ്കെടുക്കാറുണ്ട്. ഇസ്ലാമിൻ്റെ സാംസ്കാരികവും അതിൻ്റെ നാഗരികവുമൊക്കെയായ അതിൻ്റെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുന്നതിലും വികസിച്ച് വരുന്നതിലുമൊക്കെ പള്ളികൾക്ക് വലിയ പങ്കുണ്ട്. പള്ളി വെറും ഒരു കെട്ടിടമല്ല, അള്ളാഹു വെച്ചൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു സംഗതിയാണത്. അതിന് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് സമൂഹത്തിൽ. ഇസ്ലാമിക ചരിത്രത്തിലുടനീളം നമുക്കതങ്ങനെ കാണുകയും ചെയ്യാം. അത് കേവലം ഒരു നമസ്കാരം നിർവഹിച്ച് പിരിഞ്ഞു പോകാനുള്ള ഇടം മാത്രമായിട്ടല്ല പള്ളികൾ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അടിത്തറ ഭാഗപ്പെട്ടതും അങ്ങനെയല്ല. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പള്ളികളുടെ പ്രാധാന്യത്തെ അടിവരയിട്ട് ബോധ്യപ്പെടുത്തുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ നിരവധി സന്ദർഭങ്ങളിൽ പള്ളികളെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ പറയുന്നതായിട്ടും നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള വർത്തമാനത്തിലാണ് കഅബയെക്കുറിച്ചുള്ള നമുക്കറിയാം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ എന്ന് പറയുന്നത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനമാണ്
ദൈവിക ഭവനമാണ്, ആരാധനാലയമാണ് മക്കയിലുള്ള കഅബ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ പ്രത്യേകത, അദ്ദേഹം വലിയൊരു നാഗരികതയ്ക്ക് അടിത്തറ പോവുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത്. 2 പള്ളികളാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. അതിലൊന്ന് കഅബയാണ്. രണ്ടാമത് നിർമ്മിക്കുന്ന ഭവനം മസ്ജിദുൽ അഖ്സയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയ്യു മസ്ജിദിൻ വുദിഅ ഫിൽ അർദ്, ഭൂമിയിൽ ആദ്യമായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി അൽ മസ്ജിദുൽ ഹറാം, അത് മസ്ജിദുൽ ഹറാമാണെന്നാണ്, കഅബയിലെ ഹറമാണ് എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു, ഖുൽതു അയ്യൻ സുമ്മ അയ്യൻ, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലെ പിന്നെ പണി കഴിക്കപ്പെട്ട പള്ളി ഏതാണ് എന്ന്. അതൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയാണ് എന്ന്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വീണ്ടും ചോദിച്ചു കം ബൈനഹുമ, അവർക്കിടയിൽ എത്ര കാലത്തെ അകലമുണ്ടായിരുന്നു, മസ്ജിദുൽ ഹറം നിർമ്മിച്ച് എത്ര കാലത്തിന് ശേഷമാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി 40 സനത്തൻ, 40 വർഷം എന്നാണ്. രണ്ടും അദ്ദേഹം പണി കഴിപ്പിച്ച പള്ളികളാണ്. അക്കരെ ലോകത്ത് ഇന്നും ശ്രദ്ധാകേന്ദ്രങ്ങളാണ് ഈ 2 ഇടങ്ങളും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയാണ് ആധുനിക നാഗരികത രൂപപ്പെട്ടു വരുന്നത്. ഈ 2 ഇടങ്ങളിൽ നിന്നാണെന്ന് ചരിത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് രണ്ടിനും അടിത്തറവായിക്കൊണ്ട് ഇസ്ലാമിക സംസ്കാരത്തിന്, ഇസ്ലാമിക നാഗരികതയ്ക്ക് അടിത്തറവാകുന്നത് പള്ളിയിലൂടെയാണ് എന്നാണ്. അവിടെ നിന്നാണിത് വളരുന്നതും വികാസം പ്രാപിക്കുന്നതും എന്നൊക്കെയാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് നമുക്കറിയാം ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുണ്ട്, ദുആ ഉണ്ട്. കഅബ നിർമ്മാണത്തിന് ശേഷം നടത്തിയ ദീർഘമായ പ്രാർത്ഥനയുണ്ടല്ലോ. ആ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന നമുക്കറിയാം, വൈദഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ആ പ്രാർത്ഥനയിൽ തന്നെയുണ്ട്. സാധാരണഗതിയിൽ പള്ളി പണി കഴിപ്പിച്ചാൽ ഉടനെ നടക്കേണ്ടുന്ന പ്രാർത്ഥന പള്ളിയിൽ, അത് ആ പ്രാർത്ഥന വരുന്നുണ്ട്, അതിനകത്തുണ്ട്. പള്ളി നിസ്കരിക്കാൻ ആളും മറ്റുമൊക്കെ ആണല്ലോ സാധാരണഗതിയിൽ വരിക. അതൊരു ഭാഗത്തുണ്ട്. ആരാധനയും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അത് നിൽക്കെ തന്നെയാണ് ഇബ്രാഹിം നബി ഇസ്ലാം മറ്റൊരു കാര്യം കൂടി ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയണം, വൈദഖാല ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭം നീ ഓർക്കണം. അദ്ദേഹം ദുആ ചെയ്യുന്ന റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ, അള്ളാഹു ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കണം എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമുള്ള ഒരു രാജ്യത്തെയാണ് അദ്ദേഹം ചോദിക്കുന്നത്, ഒരു നാടിനെ ചോദിക്കുകയാണ്. ഒരു പള്ളി പണിതിട്ട് പോവല്ല. ആ പള്ളിക്ക് ചുറ്റുവട്ടത്തുണ്ടാകേണ്ടുന്ന ഒരു സാംസ്കാരികമായ ഒരു അന്തരീക്ഷം, സാമൂഹികമായ ഒരു അന്തരീക്ഷം എങ്ങനെ ആയിരിക്കണമെന്ന്, ഇത് പള്ളികൾക്കുണ്ടാകേണ്ടുന്ന ഒരു സംഗതിയാണ്. ഒരു പള്ളി ഒരിടത്ത് നിർമ്മിക്കപ്പെട്ടാൽ ഇതൊക്കെ അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാണ്. ഒരു പള്ളി ഒരു പ്രദേശത്ത് എന്തിനാണ് സ്ഥാപിക്കുന്നത്, അതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഈ പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് കാണാം. എന്നിട്ട് അദ്ദേഹം തുടർന്ന് വീണ്ടും പറയുന്നുണ്ട്, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവേ, നിന്നിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നീ ജീവിത വിഭവങ്ങളും കൂടി നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ഇടപെടുന്നുണ്ട് പടച്ചവൻ. ഖാല, അല്ലാഹു മറുപടി നൽകി, വമൻ കഫറ, നിഷേധിയാണെങ്കിലും ഫഉമത്തിഹു ഖലീല, അവന് നാം എന്ത് ചെയ്യുന്നുണ്ട്, പരിമിതമായ ജീവിത വിഭവങ്ങൾ നൽകുന്നു. ഇബ്രാഹിം ഇസ്ലാം തിരുത്താണ്, അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. പള്ളി മുസ്ലിങ്ങളുമായി മാത്രം ബന്ധമുള്ള കണക്ട് ചെയ്യപ്പെടേണ്ടുന്ന ഇടമല്ല, അവിടെ മുഅ്മിനീങ്ങൾക്ക് മാത്രം ലഭ്യമാകേണ്ട ഇടവുമല്ല. അതിൻ്റെ സാമൂഹികമായ നന്മകൾ ചുറ്റുവട്ടത്തുള്ള എല്ലാ മനുഷ്യരിലേക്കും എത്തണമെന്നാണ്. സാമൂഹിക നീതിയുടെ, ക്ഷേമത്തിൻ്റെ, നിർഭയതയുടെ, സുരക്ഷിതത്വത്തിൻ്റെ ഒരന്തരീക്ഷം പള്ളികളിലൂടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ മഹാദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള ഇടമായിട്ടാണ് പള്ളി പരിചയപ്പെടുത്തിയിരിക്കുന്നത്. കേവലം നിസ്കരിച്ച് പിരിഞ്ഞു പോകുന്നൊരിടം എന്ന രൂപത്തിലൊന്നും അല്ലാതുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ഈ പ്രാർത്ഥനയിൽ പലയിടങ്ങളിലായി നമുക്കിത് വായിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. എൻ്റെ കൂടെയാണ് അല്ലാഹുവേ ഞങ്ങളെ നമസ്കാരക്കാരാക്കണേ, നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്നൊക്കെ പറഞ്ഞുള്ള പലയിടങ്ങളിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന ഒന്നാണ് പള്ളി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പള്ളികൾക്ക് വലിയ സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സമൂഹത്തെ നയിക്കേണ്ടത് പള്ളിയാണ്.
അതിന് നേതൃത്വം നൽകേണ്ടുന്ന ഇടങ്ങളാണ് പള്ളികൾ. കേവലം ആരാധനയ്ക്ക് ഇമാമത്ത് നിൽക്കുക മാത്രമല്ല. അതുകൊണ്ടാണല്ലോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഖുതുബയൊക്കെ നിർവഹിക്കുന്നത്. സമൂഹത്തിന് ദിശാബോധം നൽകുകയാണ്, മാർഗദർശനം നൽകുകയാണ് പള്ളികൾ. ഓരോ കാലഘട്ടത്തിലെയും ഓരോ സന്ദർഭത്തിലെയും സാമൂഹികമായ സാഹചര്യങ്ങളിൽ മുന്നിൽ വെച്ചുകൊണ്ട് വർത്തമാനം പറയുകയാണ്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന് ദിശാബോധം നൽകുകയാണ്. ഇങ്ങനെ വലിയൊരു ദൗത്യം സാമൂഹികമായിട്ടും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും മതപരമായിട്ടും ഈമാനികമായിട്ടും ഒക്കെ നിർവഹിക്കാനുള്ള ഇടമായിട്ടാണ് പള്ളികൾ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിപ്രധാനമാണ് ഇസ്ലാമിക ജീവിതത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും പള്ളിയുടെ സ്ഥാനം എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, മസ്ജിദുൽ അഖ്സയെ കുറിച്ചുള്ള വർത്തമാനത്തിൽ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു. പള്ളികളുടെ പേര് ഇങ്ങനെ എടുത്തു പറയാം. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. രാത്രിയിൽ അവൻ തന്റെ ദാസനെ രാപ്രയാണം ചെയ്യിച്ചു. ഇസ്രാവും മിഅ്റാജിനെ കുറിച്ച് പറയാം. അത് പറയുന്ന നേരത്ത് രണ്ട് പള്ളികളുടെ പേര് പ്രത്യേകം എടുത്ത് പറയാണ്. എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം അതിൻ്റെ ഒരു ആദരവാണത്. ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് കൊണ്ടുപോയെന്ന് ആദ്യം പറയുന്നത്. മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ ദാസനെ രാപ്രയാണം ചെയ്യിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണെന്ന പള്ളി. ആ മസ്ജിദ് എന്ന വാക്ക് ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന കാണാം. അപ്പൊ അതൊരു ചെറിയ സംഗതി എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്രത്തോളം ആദരിക്കുന്ന ഇടങ്ങളാണെന്ന്. അത് എന്ന് മാത്രമല്ല, അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടം ഭൂമിയിൽ പള്ളികളാണ് എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാം. അത്ര പ്രിയപ്പെട്ട ഇടങ്ങളാണ്. എന്ന് മാത്രമല്ല കേട്ടോ, അവിടെ അള്ളാഹുവിന്റെ സവിശേഷമായ ശ്രദ്ധയുള്ള ഇടവും കൂടിയാണ് പള്ളി. അതുകൊണ്ടാണല്ലോ പള്ളിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും വന്നാൽ പോരാ എന്നും, പള്ളിയിലേക്ക് വരുമ്പോൾ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് വരുമ്പോൾ എങ്ങനെ വേണം? ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ നമസ്കാര വേളയും ഇൻദ കുല്ലി മസ്ജിദാണ് അവിടെയും പറഞ്ഞു കേട്ടോ. എല്ലാ പള്ളിയുടെ അടുക്കലെന്ന വാക്കർത്ഥം നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്, ഉപയോഗിക്കുന്ന പദം പള്ളി എന്നാണ്. ആ സമയത്ത് നല്ല ഭംഗിയുള്ളവരായിട്ട് വരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ ആദരവോടെ നമ്മൾ നോക്കിക്കാണേണ്ട ഇടമാണ് ഓരോ പള്ളികളും. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതിനോട് പള്ളിയോടുള്ള ആദരവും ബഹുമാനവും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഇടമാണെന്ന് മാത്രമല്ല, നമ്മൾ അത്രത്തോളം ആദരവോടെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കി കാണേണ്ടുന്ന ഇടങ്ങളാണ് പള്ളികളെന്നൊക്കെയാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് പള്ളിയുടെ ആ പ്രാധാന്യത്തെ ഇങ്ങനെയെന്ന് പറഞ്ഞിങ്ങനെ വെച്ചതാണ്. നമുക്കറിയാം മൂസാ നബി അലൈഹി ഇത് മാത്രമല്ല കേട്ടോ, ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ നമ്മൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല നൽകുന്ന, അതായത് ബനു ഇസ്രായേൽ സമൂഹത്തെ സംഘടിപ്പിക്കാനും സാമൂഹികമായി ശാക്തീകരിക്കാനും കണ്ടത് നമുക്കറിയാം. ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ മൂസാ നബി അലൈഹി ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ അവരുടെ അവസ്ഥ നമുക്കറിയാം. അന്നത്തെ മുസ്ലിങ്ങളാണ് അവര്. ആകെ ഛിന്ന ഭിന്നമായി പോയ ഒരുപാട് വിഭാഗീയതകൾ, ആകെ ശിഥിലമായി പോയി ഛിന്ന ഭിന്നമായി പോയ ഒരു സാമൂഹിക അവസ്ഥയിലാണല്ലോ അദ്ദേഹം വരുന്നത്. അങ്ങനെ സമൂഹത്തെ ഒന്നായിട്ട് കൂട്ടിയോജിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് പള്ളിയുടെ നിർമ്മാണമാണ് എന്ന് നമുക്ക് കാണുക. വഹൈനാ ഇലാ മൂസ വഅഖീഹി അൻ തബവ്വഉ ലിഖൗമികുമാ മിസ്റൻ ബിമിസ്രിൻ ബുയൂതൻ എന്ന തുടങ്ങുന്ന ആയത്. മൂസാ നബിക്ക് നാം നിർദ്ദേശം നൽകിയത് വാഹി അദ്ദേഹത്തിന്റെ സഹോദരനും അൻ തബവ്വഉ ലിഖൗമികുമാ ബിമിസ്റ ബുയൂതൻ, ഈജിപ്തിൽ അവർക്ക് വേണ്ടി ചില ഭവനങ്ങൾ ഉണ്ടാക്കാൻ നാം അവർക്ക് നിർദ്ദേശം നൽകുന്ന രണ്ടാൾക്കും. പള്ളികളെ കുറിച്ചാണ് ഈ പരാമർശം. എന്ന് മാത്രമല്ല, വജഅലു ബുയൂതകും ഖിബ്ലതൻ, നിങ്ങൾ നിങ്ങളുടെ പള്ളികളെ ഖിബ്ലയാക്കുകയും ചെയ്യണം. പള്ളിയിലെ ഖിബ്ലയാക്കുന്നതിനെ കുറിച്ചുള്ള വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ജനങ്ങൾക്കെല്ലാം ആശ്രയിക്കാവുന്ന ഇടമാക്കി മാറ്റണമെന്ന്. എല്ലാവർക്കും ഖിബ്ല എന്ന് പറയാൻ അങ്ങനെയുള്ളൂ, എല്ലാവരും തിരിഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഇടം, സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും വരാവുന്ന, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും അവലംബിക്കാൻ പറ്റുന്ന ഇടങ്ങളാക്കിയും കൂടി പള്ളികളെ നിങ്ങൾ വെക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു വാഖീമുസ്സലാത്ത, പിന്നെ പറയുന്നത് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. മോമിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ സാമൂഹിക ദൗത്യം വിജയിപ്പിക്കുന്നത്
പള്ളികളിലൂടെയാണ്. അതേക്കുറിച്ച് പറയാൻ വിശീകരണം ഉണ്ട് കേട്ടോ. ഈ ആയത്തിന്റെ വിശീകരണത്തിൽ പിന്നെ അവിടെ നിങ്ങൾ വീടുകൾ ഉണ്ടാക്കാനും വീടുകളിൽ നമസ്കാരം നിർവഹിക്കാനുള്ള അനുവാദം നൽകി എന്ന അർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ച മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ വായിച്ചെടുക്കുമ്പോൾ നോക്കി ഇത് ഇങ്ങനെ വായിക്കലാണ് അതിന്റെ ഒരു ഭംഗിയും മനോഹാരിതയും എന്നതാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ. എന്തായാലും അവർക്ക് പള്ളി നിർമ്മിക്കാൻ നിർദ്ദേശം നൽകുക എന്ന് പറഞ്ഞാൽ സമൂഹത്തെ സംഘടിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് ഈ അർത്ഥത്തിലുള്ള സാമൂഹികമായ ദിശാബോധം നൽകാനും സാമൂഹികമായി ശാക്തീകരിക്കാനും. നമ്മുടെയൊക്കെ നാട്ടിലെ മുദ്രാവാക്യം വേറെ രൂപത്തിലാണ്. പള്ളിയല്ല പള്ളിയുണ്ട പള്ളിക്കൂടമാണെന്നാ. പള്ളിക്കൂടത്തിലൂടെയുള്ള ഇവിടെ വേറെ സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പള്ളികൾ മറ്റൊരർത്ഥത്തിൽ അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്ന സംഗതികളാണ്, വർത്തമാനങ്ങളാണ്. പള്ളികൾ നിർവഹിക്കുന്നത് പള്ളിക്കൂടം നിർവഹിക്കുന്നതിന്റെ മേലെയുള്ള ദൗത്യമാണ്. പള്ളിക്കൂടത്തിൽ നിന്ന് ഒരാൾക്ക് എന്താ കിട്ടുക? പള്ളിക്കൂടത്തിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന പ്രാഥമികമായി എഴുതാനും വായിക്കാനൊക്കെ പഠിച്ച്, കണക്ക് പഠിച്ച്, സയൻസ് കുറച്ചൊക്കെ പഠിച്ച്, അല്ലേ, വെള്ളം എങ്ങനെ ഉണ്ടാകുന്നൊക്കെ പഠിക്കും, വെള്ളത്തിന്റെ മൂലകങ്ങളെ കുറിച്ചൊക്കെ അയാൾ പഠിക്കും, സയൻസ് ഒക്കെ അയാൾ പഠിക്കും, ചരിത്രത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെ പഠിക്കും. ഇവിടെ പഠിക്കുന്നതല്ല, ചരിത്രത്തെ സൂക്ഷ്മമായി വായിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനെ അറിയാൻ പഠിപ്പിക്കുകയാണ്. അത് നമുക്ക് കാണാം. സൂറത്ത് നൂറിലെ 36 മുതൽ 38 വരെ ഉള്ള ആയത്തുകളിൽ പള്ളികൾ നിർവഹിക്കുന്ന ഒരു ദൗത്യത്തെ കുറിച്ച് സവിശേഷമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. പള്ളി എങ്ങനെയുള്ള വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കാനുള്ളതാണെന്നാണ്. അത് വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്, സമൂഹത്തെ അതിലൂടെ സംസ്കരിച്ചെടുക്കുകയാണ്. വലിയ സാമൂഹിക മാറ്റത്തിന് തിരികൊളുത്തുകയാണ് പള്ളികൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹു പടുത്തുയർത്താൻ അനുവാദം നൽകിയ ഭവനങ്ങൾ, പള്ളികൾ അവിടെയുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കപ്പെടാനും പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം അള്ളാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കപ്പെടുന്ന ഇടമാണ് ഒന്നാമതായി പള്ളികൾ എന്ന് പറഞ്ഞാൽ. ആത്മീയതയാണ് അവിടുത്തെ ഒരു സംഗതി, പടച്ചവനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരിടമാണ്. ഇത് കേവലമായൊരു വർത്തമാനമല്ല പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും റബ്ബുമായിട്ട് എപ്പോഴും ഒരു മനുഷ്യനെ ബന്ധപ്പെട്ട എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. സർവാധിനാഥനായ റബ്ബെല്ലാം അറിയുന്നുണ്ട് എന്ന ബോധത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ. മറ്റിടത്ത് അതൊന്നും പഠിപ്പിക്കില്ല. പള്ളിക്കൂടം പഠിപ്പിക്കണം അല്ലേ? ഇത് പള്ളിക്കൂടത്തിൽ നിന്ന് ഒരിക്കലും കിട്ടാത്ത മനുഷ്യനാക്കി മാറ്റുന്ന അറിവുകൾ ലഭ്യമാകുന്ന ഇടമാണത്. പള്ളികൾ അവയുടെ ദൗത്യങ്ങൾ മറന്നുപോകുന്ന, വിസ്മരിക്കുന്ന കാലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു കാലം വരും അന്ന് അവരുടെ പള്ളികളെല്ലാം പടുകൂറ്റൻ പള്ളികളായിരിക്കും. എന്നാൽ അത് അവിടെ നിന്ന് സന്മാർഗം ജനങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലുള്ള കൃത്യമായ ദിശാബോധം മനുഷ്യന് കിട്ടാത്ത കാലം വരുമെന്നാണ്. അത് ലോകാന്ത്യത്തിന്റെ അടയാളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് നിരന്തരമായി ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ചില അവബോധങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ എന്ന് പറഞ്ഞാൽ ആ പള്ളികളിലുള്ള ആളുകൾ, ആ പള്ളിയുമായി ബന്ധപ്പെടുന്ന മനുഷ്യർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, അവരെന്ത് ചെയ്യുന്നു? അവരുടെ കച്ചവടമോ അവരുടെ ഇടപാടുകളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിന്റെ ഓർമ്മകളിൽ നിന്ന് അവരെ തടയുന്നില്ല. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കച്ചവടക്കാരനെ പടച്ചവൻ ഓർമ്മയുള്ളവനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റണം. അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ വരുന്ന ഒരു കസ്റ്റമറെ അള്ള പറഞ്ഞയച്ചതാണെന്നുള്ള ബോധം ഉള്ളിലുണ്ടാക്കുന്ന സ്ഥലം. മറ്റേടത്ത് സ്കൂളിൽ നിന്ന് പഠിക്കാം, ഒരു കസ്റ്റമറെ തൻ്റെ കടയിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ അവിടുന്ന് പഠിക്കും. പിന്നെ അതിൻ്റെ കൂടെ അവനെങ്ങനെ പറ്റിക്കാമെന്നതിനെ കുറിച്ചുള്ള അടുത്ത പാഠങ്ങളും അതിലൂടെ കടന്നു വരും. ഇതങ്ങനെയല്ല. എൻ്റെ കടയിലേക്ക് വരുന്ന, എൻ്റെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കസ്റ്റമറും പടച്ച റബ്ബ് പറഞ്ഞയച്ചതാണ്. നാളെ റബ്ബിന്റെ അടുക്കൽ എന്നെ വിചാരണ. ഇതാണ് പള്ളികൾ നിർവഹിക്കുന്ന ദൗത്യം. നാളെ റബ്ബിന്റെ അടുക്കൽ ഞാൻ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അവിടെ എൻ്റെ റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് വരുന്ന കസ്റ്റമറോട് സത്യസന്ധമായിട്ട് ഞാൻ വർത്തമാനം പറയാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഇടമാണ് പള്ളി. മറ്റേടത്ത് കച്ചവടത്തിന്റെ രൂപം പഠിപ്പിക്കുന്ന ഇടമാണ് പള്ളിക്കൂടം. അതുകൊണ്ട് ധാർമ്മികത ഉണ്ടാവില്ല. ആദ്യം ഉണ്ടാകേണ്ടത് ഈ ധാർമ്മിക ബോധമാണ്. സത്യസന്ധനായ, വിശ്വസ്തനായ, സമൂഹത്തിന് ഉപകാരിയായ, സർവാധിനാഥനായ റബ്ബിനെ ഭയപ്പെടുന്ന വ്യക്തികൾ സൃഷ്ടിക്കപ്പെടണം. ആ വ്യക്തികൾ സൃഷ്ടിക്കപ്പെടാനുള്ള അതിന്റെ ഫാക്ടറികളാണ് പള്ളികൾ. ഇതാണ് എന്റെ ദൗത്യം. അതുകൊണ്ട് ഇതാണ് പള്ളിയെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അതുകൊണ്ട് പള്ളിക്കൂടം മാത്രമല്ല,
പള്ളി അതിപ്രധാനമാണ്. പള്ളിക്കൂടമില്ലാത്ത കാലത്തും പള്ളികൾ മഹാദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മാത്രമല്ല, ഏത് കാലത്തും അങ്ങനെയാണ് കേട്ടോ, ഏത് കാലത്തും അങ്ങനെ. അതുകൊണ്ടാണല്ലോ ഇസ്ലാം വിരുദ്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എപ്പോഴത്തെയും ടാർഗറ്റുകളിൽ ഒന്ന് പള്ളികളാണ്. പള്ളികൾ തകർക്കുക എന്നതാണ്, പള്ളികൾ തകർക്കുക എന്നതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ ഉന്മാദ ദേശീയത അതിന്റെ അടിത്തറ പാകിയതും അതിന്റെ വിജയഭേരി മുരക്കുന്നത് ഡിസംബർ 6 വരാൻ പോവാണ്. പള്ളി തകർത്തുകൊണ്ടാണ്. ഇത് വലിയ പ്രതീകമാണ്, വലിയ പ്രതീകമാണ്. ഈ ധാർമ്മികതയ്ക്കെതിരെ, ഇസ്ലാം വിഭാവന ചെയ്യുന്ന ധാർമ്മിക മൂല്യങ്ങൾക്കെതിരെ, സദാചാര മൂല്യങ്ങൾക്കെതിരെ, അത് മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക തനിമകൾക്കെതിരെ ഉള്ള എറിഞ്ഞ മഴുവാണത് എന്ന് നമ്മൾ കാണണം. അത് ചെറിയൊരു സംഗതിയല്ല. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ട് ഉയർത്തപ്പെട്ട ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളിലൊന്ന് പള്ളികൾ അടച്ചുപൂട്ടുക എന്നതായിരുന്നു. പള്ളികൾ അത്രത്തോളം അരോചകമാണത്, അത് നിർവഹിക്കുന്ന ദൗത്യങ്ങൾ അങ്ങനെ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ നമ്മുടെ നാട്ടിലെ മുദ്രാവാക്യങ്ങളായിട്ടൊക്കെ ഉയർന്നു വരുന്നത്. പള്ളിക്കൂടത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, പള്ളിയോടുള്ള വിരോധങ്ങൾ കൊണ്ടുകൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനെതിരെ നിരന്തരമായി പ്രൊപ്പഗണ്ടകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് മൊത്തം ഇസ്ലാമിക ജീവിതവുമായി ബന്ധപ്പെട്ട് വായിച്ചെടുക്കേണ്ടുന്ന പാഠങ്ങളും കൂടിയാണത്. ഏറ്റവും വലിയ അക്രമകാരി ആരാണ്? കൊടിയ കൊടുംപാതകികളെ പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹുവിന്റെ ഭവനങ്ങൾ തടയുന്നവനേക്കാൾ വലിയ കൊടും അക്രമിയാനാണുള്ളത്. അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്നതിൽ നിന്ന് പള്ളികളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് ലോകത്തുള്ളത് എന്നാണ്. ഒരു പള്ളി മാത്രമല്ല കേട്ടോ, അതിനനുബന്ധമായിട്ട് നിരവധി പള്ളികൾ നമ്മുടെ രാജ്യത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട്. അത് വലിയൊരു പ്രതീകമാണ്. അല്ല, പള്ളി അവിടെയല്ലേ, പള്ളി ഇവിടെയല്ല. പള്ളി എന്നത് തന്നെ വലിയൊരു ആശയമാണ്. മസ്ജിദ് എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഗംഭീരമായൊരു ആശയമാണ്. ധാർമ്മികതയുടെ, സദാചാര മൂല്യത്തിന്റെ, സത്യസന്ധതയുടെ, വിശ്വസ്തതയുടെ, നാളെ പരലോക നാളിൽ സർവാധിനാഥനായ റബ്ബിന്റെ അടുക്കൽ മുഴു ജീവിതത്തിന് കണക്ക് പറയേണ്ടി വരുമെന്നും അതുകൊണ്ട് ജീവിതം അതിസൂക്ഷ്മമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഉജ്ജ്വലമായ പാഠങ്ങൾക്കെതിരെ കൂടിയുള്ളവയാണ് ഈ ആക്രമണങ്ങൾ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭയപ്പെട്ടുകൊണ്ടല്ലാതെ ഒരിക്കലും ആ പള്ളിയിലേക്ക് അവർ പ്രവേശിക്കാൻ പാടില്ലാത്തതായിരുന്നു. കാരണം അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. അത്രമാത്രം ഭയപ്പെട്ടുകൊണ്ടും ആദരവോടും കൂടി പ്രവേശിക്കേണ്ട ഇടങ്ങളായിരുന്നു അവ. പക്ഷേ അതിനെ അക്രമികൾ തകർക്കുകയാണ് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് പള്ളികളുടെ സാമൂഹിക ദൗത്യങ്ങളും അവയുടെ പ്രസക്തിയും എത്രത്തോളം ഗൗരവപ്പെട്ടതാണ് എന്ന് ഈ ആയത്തുകളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സാമൂഹികമായി നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പള്ളികൾ അതിൽ നിർവഹിച്ച വലിയ പങ്കുകൾ നമുക്ക് വായിച്ചെടുക്കാം. പള്ളികൾ ചെറിയ ദൗത്യമൊന്നുമല്ല നിർവഹിച്ചത്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഉജ്ജ്വലമായ പങ്കുകൾ അവ വഹിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ പള്ളികളുടെ സാമൂഹിക പ്രസക്തിയെ കുറിച്ചുള്ള നല്ല ബോധ്യവും ഒക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറയണം. അപ്പൊ മറുഭാഗത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? പള്ളികളെ ശാക്തീകരിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യമാണ്. ഓരോ കാലഘട്ടത്തിലും പള്ളികളെയും കൂടി ശക്തിപ്പെടുത്തണം നമ്മളോടൊപ്പം തന്നെ. നമ്മുടെ നാഗരികമായ വികാസത്തോടൊപ്പം, അല്ലാഹു തആല നൽകുന്ന നിഅമത്തുകളോടൊപ്പം നമ്മുടെ പള്ളികളും കൂടി അതിൻ്റെതായ ഇസ്സത്തോടുകൂടി തന്നെ തല ഉയർത്തി നിൽക്കണം. അതിന്റെ രണ്ട് ദൗത്യങ്ങളും കേട്ടോ. ഈ ഇമാറത്തുൽ മസ്ജിദിനെ കുറിച്ച് പറയും, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഭവനങ്ങളെ പണി കഴിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും അതിനെ നിലനിർത്തുകയും ഒക്കെ ചെയ്യേണ്ടത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ബാധ്യതയാണ് എന്ന. അതുപോലെ നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് നൽകണം, സക്കാത്ത് നൽകുന്ന നമസ്കാരം നിലനിർത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ നിർവഹിക്കേണ്ടുന്ന ദൗത്യമായിട്ടാണ് പള്ളിയെ പരിചയപ്പെടുത്തുന്നത്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്ത, വേറൊന്നിനെയും ഭയപ്പെടാത്ത, ഒന്നിനെ മുന്നിലും തലകുലിക്കാത്ത യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ദൗത്യങ്ങളിലൊന്ന് പള്ളികളുടെ നിർമ്മാണവും അതിന്റെ പരിപാലനം. ഈ ഇമാറത്തുൽ മസ്ജിദിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് പാഠങ്ങൾ അതിനകത്ത് വായിച്ചെടുക്കാനുണ്ട്. ഒന്ന് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് രണ്ട് വർത്തമാനങ്ങൾ അതിലുണ്ട്. ഒന്ന് പള്ളി വേണം, പള്ളി മനോഹരമായിരിക്കണം കേട്ടോ, പള്ളിയൊക്കെ മനോഹരമായിരിക്കണം.
ഏറ്റവും സൗകര്യപ്രദമായതായിരിക്കണം പള്ളികൾ, അത് സുഗന്ധപൂരിതമായിരിക്കണം. അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചുള്ള വർത്താനം അതുകൊണ്ടാണല്ലോ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ പോലും നേരത്തെ പറഞ്ഞില്ലേ സുഗന്ധം ഉപയോഗിക്കണം, പല്ലൊക്കെ തേച്ച് അല്ലേ, വായിക്ക് പോലും ദുർഗന്ധമുണ്ടാകുന്ന ഭക്ഷണങ്ങൾ വല്ലതും കഴിച്ചാൽ പള്ളിയിലേക്ക് വരരുതെന്നാണ്. അത്രത്തോളം അതെന്തായിരിക്കണം, എപ്പോഴും മനോഹരമായി വെക്കപ്പെടേണ്ട ഇടങ്ങളാണ്. നമ്മുടെ പള്ളിയൊക്കെ അങ്ങനെ വരേണ്ടുന്ന സംഗതിയാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്. അതാണ് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ നിർവഹിക്കുന്നത്. രണ്ടാമത് അതെന്താണെന്ന് വെച്ചാൽ ആയത്തിൽ പറഞ്ഞല്ലോ അഖാമസ്സലാത്ത വാത്ത സക്കാത്ത എന്ന് പറയാം. നമ്മൾ നമസ്കാരം നിലനിർത്തുന്ന നമസ്കാരം അല്ലേ, നമസ്കാരം കൊണ്ട് ആരാധനാകർമ്മങ്ങൾ നേരത്തെ പറഞ്ഞ ആയത്തിലൊക്കെ പറഞ്ഞല്ലോ അല്ലേ, അത് തസ്ബീഹുകൾ കൊണ്ട് ദിക്റുകൾ കൊണ്ട് ആരാധനാകർമ്മങ്ങൾ കൊണ്ട് ഒക്കെ പള്ളികൾ എന്തായിരിക്കണം ജീവസുറ്റതാക്കി മാറ്റുക എന്ന ഉത്തരവാദിത്വവും നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് മറ്റൊരു സംഗതി. അത് ഉമാറത്തുൽ മസ്ജിദിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതും എൻ്റെ കൂടെ വേണ്ടതാണ്. എന്ന് മാത്രമല്ല പള്ളികളെ കുറിച്ച് നേരത്തെ പറഞ്ഞിടത്ത് ഒരു പ്രധാനപ്പെട്ട വർത്തമാനം വേറെയുണ്ട് കേട്ടോ. പള്ളി എന്ന് പറഞ്ഞാൽ പള്ളി പാഠശാലയും കൂടിയാണ്. എന്ത് പാഠശാല? ദീനിനെ കുറിച്ച് നിരന്തരമായി അല്ലെ. മസ്ജിദ് നബവി അങ്ങനെയായിരുന്നല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാ നിലയ്ക്കും ജനങ്ങൾ നിരന്തരം ആശ്രയിച്ചിരുന്ന പള്ളി അതാണ്, ഇടമായിരുന്നു. അത് തന്നെയായിരുന്നു ഭരണസിരാ കേന്ദ്രം. അവിടെ തന്നെയാണ് വിധി പ്രസ്താവങ്ങൾ നടന്നിരുന്നത്. അതേ ഇടത്ത് തന്നെയാണ് ജനങ്ങൾ സഹായം അന്വേഷിച്ചും അഭ്യർത്ഥിച്ചും വന്നിരുന്നത്. എല്ലാം അവിടെ തന്നെയാണ്. ആ പള്ളിയിലിരുന്നു കൊണ്ടാണ് ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള വലിയ അറിവിലേക്ക് ജനസമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ചു ഉയർത്തും ഒക്കെ പള്ളിയിൽ നിന്നുകൊണ്ടാണ്. പള്ളിക്ക് അങ്ങനെ വലിയൊരു ദൗത്യവും കൂടിയുണ്ട് കേട്ടോ. ഒരു ഹദീസിൽ നമുക്ക് കാണാം, മജ്തമഅ ഖൗമുൻ ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ഫീമാ ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന. മജ്തമഅ ഖൗമുൻ ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നു, എന്നിട്ട് യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നു, വയതദാറസൂനഹു ഫീമാ ബൈനഹും, അവര് പരസ്പരം ഇരുന്നുകൊണ്ട് ഖുർആനിനെ കുറിച്ചുള്ള പഠന പാരായണങ്ങളിൽ മുഴുകിയിരിക്കുക. വേറെ പാട്ടിനും കൂത്തിനുള്ള ഇടമല്ല കേട്ടോ. അത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഇടമായിട്ടാണ് ഹദീസിൽ പള്ളിയെ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഇടമാണ്. അവിടെ നിന്ന് ജനങ്ങൾക്ക് നിരന്തരം കിട്ടണമെന്ന ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, ആ ജനസമൂഹത്തിൽ അള്ളാഹു സവിശേഷമായി അള്ളാഹു എന്ത് ചെയ്യും, സക്കീനത്തിൽ ഇറക്കും, സമാധാനത്തെ അള്ളാഹു തല വർഷിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം സന്തോഷകരമാകുന്നതിൽ, സ്വസ്ഥമാകുന്നതിൽ, സമാധാനപൂർണമാകുന്നതിൽ പള്ളിയിൽ നടക്കുന്ന ഈ പഠനങ്ങളും വലിയ കാരണമാണ്. അള്ളാഹു തആല ആ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ ഓരോ നടപടിക്രമങ്ങൾക്കും അതിനനുബന്ധമായ കുറെ സംഗതികളുണ്ട്. സക്കീനത്ത് എന്ന് പറയുന്ന സാധനത്തെ അള്ളാഹു ഇതിലൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. പള്ളിയിൽ വരണമെന്ന് അതിൻ്റെ അർത്ഥം. പള്ളിയിൽ വരണം. നമ്മൾ പഠനത്തിനുള്ള സൗകര്യങ്ങൾ പള്ളികൾക്കുണ്ടായിരുന്നു. അള്ളാഹു നേതൃത്വം നമ്മുടെ പള്ളിയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സുബഹ് നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ ഖുർആൻ ആയത്തുകൾ പറയുകയും ഖുർആൻ ആയത്തിന്റെ പൊരുളുകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി തഫ്സീറുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷത്തോടെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ അർത്ഥത്തിൽ വലിയ സാമൂഹ്യ ദൗത്യങ്ങൾ നിർവഹിച്ചൊരു പള്ളിയിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെളിച്ചം വിതറിയ പള്ളിയാണിത്. ജനങ്ങളെ ഒരുപാട് നന്മയിലേക്ക് വഴി നടത്തിയ പള്ളിയാണ്. അല്ലാഹു തആല ഇതിന് കാരണക്കാരായ ആളുകൾ, ഇതിനോടൊപ്പം നിന്ന മനുഷ്യർ, അതിൽ ഒരുപാട് ആളുകൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. സർവാധിനാഥനായ റബ്ബ് അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹാദൗത്യത്തിൽ ഈ പള്ളിയാകുന്ന മഹാദൗത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പറഞ്ഞു വരുന്നത് പള്ളികൾക്ക് അങ്ങനെ വലിയ സാമൂഹിക ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്നതാണ്. അതുകൊണ്ട് പള്ളിയല്ലേ എന്ന നിസ്സാരമായ ഒരു അലംഭാവത്തിൽ കാണേണ്ട സംഗതി. ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെ ചിലതൊക്കെ സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊട്ടും നിസ്സാരമായി കാണേണ്ട ഇടമല്ല നമ്മുടെ പള്ളിയും അതിൻ്റെ സംവിധാനങ്ങളെല്ലാം. ഞാൻ പറയുന്നത് ഇത് വിപുലപ്പെട്ട് ഏറ്റവും മനോഹരമായ ഇടമായി മാറണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പള്ളിയോട് അനുബന്ധമായിട്ടൊക്കെ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ്. നമുക്ക് സ്ത്രീകൾക്കൊക്കെ വിപുലമായ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് വരാനും ഇരിക്കാനും ദീനിനെ കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷകരമായ സംഗതികളാണ്. ഇപ്പോൾ നമ്മുടെ പള്ളി ഇത് പറയുമ്പോൾ അനുബന്ധമായിട്ടൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ ഇപ്പോൾ കുറച്ചൊരു കാര്യങ്ങൾ വിപുലീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഹൃദയപൂർവ്വം നമ്മൾ അതിനോടൊക്കെ ചേർന്ന് നിൽക്കണം. നമുക്ക് ഇപ്പോൾ ഈ പറയുന്നതിന് ഇപ്പോൾ ഈ നമ്മുടെ ഈ സൗണ്ട് സിസ്റ്റമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇതിനു വേണ്ടി, അപ്പോൾ ഞാൻ പറയണത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പള്ളിയുമായി ഹൃദയബന്ധം ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് പറയാം. പള്ളിയുമായി ഹൃദയബന്ധം ഉണ്ടാവുക എന്ന് പറയാം. ഇതൊക്കെ അറിയാം. നാളെ പരലോക നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തണൽ കിട്ടുന്ന 7 കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്.
അത് വലിയ സൗഭാഗ്യമുള്ളൂ അല്ലേ? അള്ളാഹുവിന്റെ തണൽ കിട്ടുന്ന 7 കൂട്ടം ആളുകളിൽ ഒരാളെ കുറിച്ച് പറഞ്ഞത് വറജുലുൽ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയം കെട്ടിയിട്ട മനുഷ്യനാണ്, ഹൃദയബന്ധമുള്ള മനുഷ്യനാണ്. അവർക്ക് അതിനെക്കുറിച്ച് ഭയങ്കര ജാഗ്രതയാണ്. അതിലൊരു നന്മ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, ഒരു പോരായി കാണുമ്പോൾ ഭയങ്കര മനസ്സിന് വലിയ വിഷമാണ്. ഇങ്ങനെ പോയാൽ പോരല്ലോ കുറച്ചൊരു, എന്താ ഇത് ഇങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ വീടിനെ എത്ര നന്നായിട്ട് നോക്കുന്നു അല്ലേ, അതിൻ്റെ പെയിന്റ് ഇളകിയിട്ടുണ്ട്, അങ്ങനെ പറ്റില്ല. അള്ളാഹുവിൻ്റെ ഭവനമാണ് അല്ലേ, അത് ഏറ്റവും മനോഹരമായിട്ടുണ്ടാകുന്നത്. ഇത് ഭയങ്കര അസ്വസ്ഥതയായിട്ട് അവർക്ക് തോന്നുക, അത് നന്നാകെ കാണുന്ന എപ്പോഴും ആഗ്രഹിക്കുക. അപ്പം അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഭയങ്കരമായ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുക. ഇതൊക്കെ അപ്പോൾ അത് അള്ളാഹുവിൻ്റെ തണൽ കിട്ടാൻ കാരണമാകുന്ന സംഗതിയാണ്. ചിലരുണ്ട് പള്ളിയിലേക്ക് ഓടിയെത്തും, എന്തെങ്കിലും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പള്ളിയിലേക്ക് വരും, ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിൽ തന്നെ എപ്പോഴും ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും, ഇടയ്ക്ക് അതിൻ്റെ പരിപാലന കാര്യങ്ങളൊക്കെ പങ്കാളികളാവും. അങ്ങനെ അപ്പോൾ ഹൗദിൻ്റെ അടുത്ത് ഒതു ചെയ്യുന്ന അടുത്ത് പോകുമ്പോൾ അവിടെ കറ പിടിച്ചിട്ടുണ്ട്, ടൈല് കുറച്ച് പഴയതാണ്, ആളുകൾ വന്നാൽ മോശമാണല്ലോ അല്ലേ, അവർ പറയില്ലേ മുസ്ലിങ്ങളുടെ ഇടം എന്താ ഇങ്ങനെ, എന്താ അവരുടെ പള്ളികളൊക്കെ ഇങ്ങനെ വൃത്തിഹീനമായി കിടക്കുന്നു പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ദീനെ പറയിക്കലാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആര് വന്ന് കയറി കണ്ടാലും എത്ര മനോഹരമായിട്ടാണ് അവർ തങ്ങളുടെ ആരാധനാലയങ്ങളെയും ഇടങ്ങളെയും സൂക്ഷിക്കുന്നത്, എന്ത് വൃത്തിയുള്ള മനുഷ്യരാണ് അവർ എന്ന് പറയണം. ആ പള്ളിയല്ലേ ഇങ്ങനെയൊക്കെ കിടന്നാൽ മതിയായിരുന്നു. നമ്മുടെ ഇടയ്ക്ക് ലാളിത്യക്കാരുണ്ട്, അങ്ങനെ ലാളിത്യം ഇസ്ലാമിലില്ല, അങ്ങനത്തെ ലാളിത്യമല്ല ഇസ്ലാമിൻ്റെ കേട്ടോ. വേണ്ട കാര്യങ്ങളെല്ലാം കൈയൊഴിഞ്ഞുകൊണ്ടല്ല ലാളിത്യത്തിൽ, ആവശ്യമില്ലാത്തതൊക്കെ ദൂർത്തടിക്കും. എന്തെങ്കിലും കാര്യം പറയുന്നിടത്ത് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ലാളിത്യം മൂപ്പർക്ക് പെട്ടെന്ന് ഇങ്ങനെ കൂടും. അങ്ങനെ ഒരു ലാളിത്യമില്ല. എല്ലാം ഭംഗിയായിരിക്കണം, എല്ലാം മനോഹരമായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ധൂർത്തും ദുർവ്യയമാകരുത് മാത്രമേ ഉള്ളൂ. അമിതമാകരുത്, ധൂർത്തും ദുർവ്യയൊന്നും ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പള്ളിയുമായിട്ട് ആഴമുള്ള ഹൃദയബന്ധവും കൂടി ഉണ്ടാകണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇദാ റഅയ്തുമുർ റജുല യഅതാദുൽ മസാജിദ ഫഅഷ്ഹിദു ലഹു ബിൽ ഈമാൻ. നിങ്ങൾ ഏതെങ്കിലും ഒരാളെ കണ്ടു, ഇദാ റഅയ്തുമുർ റജുല, ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കാണുന്നു, യഅതാദുൽ മസാജിദ, പള്ളിയുമായിട്ട് അയാൾ നിരന്തര ബന്ധമുള്ള ഒരാളാണ്, അയാൾ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പള്ളിയിൽ എപ്പോഴും അയാൾക്ക് നിരന്തര ബന്ധമാണ്. പള്ളിയിൽ വരുന്നു പോകുന്നു, നിസ്കരിക്കാൻ വേണ്ടി മാത്രം വന്നു പോകലാണോ? എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ വന്നിരിക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അയാൾ പങ്കാളികളാകും, അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം സഹായിക്കും, സഹകരിക്കും, അതിനോട് ചേർന്ന് നിൽക്കും. അങ്ങനെ ഒരാളെ കണ്ടാൽ ഫഅഷ്ഹിദു ലഹു ബിൽ ഈമാൻ, ഈമാൻ, അയാൾക്ക് ഈമാൻ ഉണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ പറയുന്നുണ്ട്. പള്ളിയുമായിട്ട് ഒരിക്കലും മുനാഫിക്കങ്ങൾക്ക് ഹൃദയബന്ധം ഉണ്ടാവുകയില്ല. രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടി ഹദീസിൽ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. പള്ളിയിലിരിക്കുന്ന മുഅ്മിൻ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ പോലെയാണെന്നും പള്ളിയിൽ വന്നിരിക്കുന്ന മുനാഫിക്ക് കരയിൽ പിടിച്ചിട്ട് മീനിനെ പോലെയാണെന്നൊക്കെ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ അത് എത്ര പെട്ടെന്ന് വെള്ളത്തിൽ ഇവിടെ ചാടിപ്പോണം ഒരു കൂട്ടർ, മറ്റു കൂട്ടർക്കോ കുറച്ചു നേരം കൂടെ പള്ളിയിൽ നിന്നിരിക്കണം, 2 റക്അത്തും കൂടെ നമസ്കരിക്കണം, ഒരല്പം കൂടി ദുആ ചെയ്താൽ എന്താ, അങ്ങനെയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്തുണ്ട്, അതിൻ്റെ കാര്യങ്ങളിലെല്ലാം ഈ പറയുന്ന ജാഗ്രതകളും ശ്രദ്ധകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പള്ളികളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഹൃദയവുമായിട്ട് അത്രത്തോളം ബന്ധമുണ്ടാകേണ്ടുന്ന ഇടങ്ങളാണ് എന്നാണ് പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം. അത് നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിലൊക്കെ സാധ്യമാകുന്ന വിധമൊക്കെ സഹകരിക്കുന്നത്. നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഇടമാക്കി മാറ്റണമെന്നൊക്കെ ആലോചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളോടൊക്കെ നമ്മൾ ഹൃദയപൂർവ്വം ചേർന്ന് നിൽക്കണമെന്നും കൂടി സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. സർവ്വാധിനാഥനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നല്ല മുഅ്മിനീങ്ങളാകണം. അള്ളാഹു ഏൽപ്പിച്ച ഈ മഹാദൗത്യത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. എന്നിട്ട് ആ സാധ്യമാകും വിധമൊക്കെ അതിനോട് ചേർന്ന് ആ ദൗത്യം മനോഹരമായി നിർവഹിക്കാൻ പറ്റണം. ഒടുവിൽ ഈ ലോകത്ത് നിന്ന് പടച്ചറബിലേക്ക് ഏറ്റവും സന്തോഷമുള്ള മനുഷ്യരായി വിട പറയാൻ സാധിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا كما أمر وأشهد أن لا إله إلا الله وحده لا شريك له المتعالي عن المشاركة والمساكرة لسائر البشر وأشهد أن محمدا عبده ورسوله النبي المعتبر. أيها الناس أوصيكم عباد الله وإياي بتقوى الله واعلموا أن الله تعالى صلى على نبي قديما وقال تعالى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد
اللهم ارض عن الأربعة الخلفاء الراشدين المهديين عن أبي بكر الصديق وعمر الفاروق وعثمان ذي النورين وعلي المرتضى وعن بقية الصحابة القرابة كلهم أجمعين وعن التابعين وتابع التابعين وتابعهم بإحسان إلى يوم الدين. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് വീണ്ടും വസിയ്യത്ത് ചെയ്യുന്നു. സർവാധിനാഥനായ റബ്ബ് അവരെ മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടും മുത്തഖികളായി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പള്ളിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് എന്ന് സാന്ദർഭികമായിട്ടൊന്നും കൂടി സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പള്ളിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊന്നും ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങളാണ്. നമ്മുടെ ഈമാനുമായി ബന്ധമുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കലും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള അതിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുക ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈമാനുമായി കൂടി ബന്ധമുള്ള സംഗതികളാണ്. സാധ്യമാകുന്നതിന് പരമാവധി കാര്യത്തോട് സഹകരിക്കണം എന്നത് ചെറിയൊരു കളക്ഷൻ പുറത്തുനിന്ന് നടക്കുന്നുണ്ട്. അത് കഴിയുന്ന ആളുകളൊക്കെ അതിനെ സഹകരിക്കുക സാധ്യമാകും വിധമൊക്കെ. ഇപ്പോൾ ഇല്ലാത്ത ആളുകളൊക്കെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് പിന്നെ വലിയൊരു സംഗതിയാണ്. കുറേയേറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ അവസാനത്തെ കുറേ പ്രവർത്തനങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ സദഖകളൊക്കെയും പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു തആല സ്വീകരിക്കുകയും നാളെ പരലോക നാളിൽ അതൊക്കെയും നമുക്ക് വലിയ സന്തോഷം പകരുന്ന മഹാകർമ്മങ്ങളായി കൺകുളിർക്കെ കാണാനുള്ള സൗഭാഗ്യം നൽകുക അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തന്നു ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവെ നല്ല ആഫിയത്തുള്ള ഈമാനുള്ള ദീർഘായുസ് കൊണ്ടവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഭാവി സന്തതി പരമ്പരകൾക്ക് ഹിദായത്ത് നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നിന്റെ ശിക്ഷകളിൽ നിന്ന് ഒക്കെ അള്ളാഹുവെ ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും കാത്ത് രക്ഷിച്ച് സലാമത്തായി ജീവിതം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നൽകുന്ന മുഴുവൻ ജീവിത വിഭവങ്ങളിലും ബർക്കത്ത് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമായ ജീവിതം നിനക്ക് പ്രിയപ്പെട്ട നിനക്ക് ഇഷ്ടപ്പെട്ട നിന്റെ ദാസന്മാരിൽ ഉൾപ്പെടാനുള്ള മഹാസൗഭാഗ്യം ഒക്കെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ലോക മുസ്ലിങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. മഹത്തായ ഇസ്ലാമിക ദൗത്യം ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങാനും നല്ല ധീരതയോടെയും ക്ഷമയോടെയും ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനും അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിനെ ഈ ലോകത്ത് സംസ്ഥാപിച്ചെടുക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം നൽകി അതിനുള്ള കരുത്തും ശേഷിയും നൽകി ഈമാനികമായ കരുത്തും ഇസ്സത്തും നൽകി അള്ളാഹു ഇസ്ലാമിക സമൂഹത്തെ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇസ്ലാമിക മുസ്ലിം സമുദായത്തിനിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അന്തഛിദ്രതകൾ, അള്ളാഹുവെ, ശൈഥില്യങ്ങൾ, അനൈക്യങ്ങൾ പടച്ചവനെ എൻ്റെ പുറമേ നിന്ന് ഒരുപാട് പേര് പണിയെടുക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് ഒരുപാട് മുനാഫിക്കങ്ങൾ ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബേ, നിന്നോടല്ലാതെ വേറെ ആരോടും പറയാനില്ല. ഭയങ്കര അസ്വസ്ഥതയാണ് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ. മുനാഫിക്കുകളുടെ കൂത്തരങ്ങാണ് അള്ളാഹുവെ നിന്റെ ദീനിനെ തകർക്കാൻ, ആന്തരികമായി ഇതിൻ്റെ ചൈതന്യം കെടുത്തിക്കളയാൻ, അതിൻ്റെ ഐക്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഭയങ്കരമായ ശ്രമങ്ങൾ പണ്ഡിത വേഷധാരികളായ ആളുകളിൽ നിന്ന്, നേതൃനിരയിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് വരെ കാണുന്നുണ്ട്. പടച്ചവനെ, അവരെയൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണേ തമ്പുരാനെ. നിഫാക്കിൽ നിന്ന് അവരെയും ഞങ്ങളെയും ലോക മുസ്ലിങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നല്ല മുഅ്മിനീങ്ങളാകാൻ സമ്പൂർണ്ണമായി നിനക്ക് വിധേയപ്പെടാൻ പടച്ചവനെ പൂർണ്ണമായും നിന്നിലേക്ക് സമർപ്പിക്കാനുള്ള സൗഭാഗ്യം നൽകി ഇസ്ലാമിക സമൂഹത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശത്രുക്കൾ അഴിഞ്ഞാടുന്ന കാലമാണ്, അവരുടെ വിളയാട്ട കാലമാണ് പടച്ചവനെ. ആ അർത്ഥത്തിൽ അള്ളാഹുവെ, അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല കരുത്തുള്ള ഈമാനിനെ കൊണ്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സനാ ഫലാ തുദില്ലനാ യാ റബ്ബൽ ആലമീൻ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم لا تشوي خلقنا بالنار فلا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.